ഹലോ. അപ്പം നമുക്കിന്നൊരു അടിപൊളി മുളകിട്ട മീൻകറിയും കപ്പപ്പുഴുക്കും ഉണ്ടാക്കി നോക്കിയാലോ? ഈ മഴയത്ത് നല്ല ചൂട് കപ്പപ്പുഴുക്കും മീൻകറിയും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഈ കപ്പപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കപ്പ എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കത് വേവിക്കാനായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിയാം കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ കപ്പപ്പുഴുക്കിന് വേണ്ടി അരിയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കപ്പ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. കപ്പ പുഴുങ്ങിയതാണേലും പുഴുക്കായിട്ടാണേലും എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. നമ്മുടെ നാട്ടിൽ ഇതിന് കപ്പയെന്നാട്ടോ പറയുന്നത്. ചിലയിടത്ത് കൊള്ളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പപ്പുഴുക്കിന് കോമ്പിനേഷനായിട്ട് മീൻ കറിയാണോ ചിക്കൻ കറിയാണോ അതോ ബീഫാണോ അതോ നല്ല മുളകിൻ്റെ കാന്താരി ചമ്മന്തിയാണോ ഇഷ്ടം എന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാനായിട്ട് കുക്കറിനകത്തോട്ട് ഇടാം കേട്ടോ. കൂടെ നമുക്ക് കപ്പ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ നെകക്കയിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് അടച്ച് ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടുമേ. ഇനി നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ രണ്ടേ രണ്ട് വെളുത്തുള്ളി ആട്ടോ എടുത്തേക്കുന്നേ. പിന്നെ ചുമന്നുള്ളി, എരിവിന് ആവശ്യത്തിന് കാന്താരി മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ആട്ടോ എടുത്തേക്കുന്നേ. അപ്പോൾ ഒരു ഒറ്റ വിസിലിന് തന്നെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റാം കേട്ടോ. കപ്പ വെന്ത വെള്ളമെല്ലാം നമ്മൾ മാറ്റിയിട്ട് കപ്പപ്പുഴുക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്കതൊന്ന് കുടയാം. ഇളക്കേണ്ട കാര്യമില്ല, ഒന്ന് കുടഞ്ഞാൽ മതിയാകുമേ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അത് ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകുമേ. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് അടച്ച് വെച്ച് ഒന്ന് 5 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ അടിപൊളി മുളകിട്ട മീൻകറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്ന നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പി നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു മൺചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവായും. ഇനി ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആട്ടോ ചേർക്കുന്നത്. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 2 ഹോളായിട്ടുള്ള മുഴുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ആട്ടോ നമ്മളൊരു ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നന്നായിട്ട് മൂത്ത് വരും. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാട്ടോ നമ്മൾ ചേർക്കുന്നത്. അത് ഒക്കെ നമ്മുടെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവേ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള പുളി നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു 5 കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വേകാനും നമ്മുടെ കറിക്കുള്ള ആവശ്യത്തിന് ഗ്രേവിക്കും ഉള്ളത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതെല്ലാം നമ്മൾ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന നമ്മുടെ സിലോപ്പി മീനാട്ടോ. സിലോപ്പിന്നും തിലോപ്പിയെന്നും ഒക്കെ ഈ മീന് പേരുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെ ഈ മീൻ എന്താണ് പേരെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കാവാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റത്തെ വേവേ നമ്മുടെ ഈ മീനിന് വരുന്നുള്ളൂ കേട്ടോ. അധികം കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. മീൻകറി നമ്മളിങ്ങനെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കത്തില്ല, കാരണം കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഗ്രേവിയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാനായിട്ടാട്ടോ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കുക്കായി കഴിയുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് നമ്മുടെ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ 1 തണ്ട് കറിവേപ്പിലയും കൂടെ മേളിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല നാവിൽ കൊതി ഊറുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. ഇത് കോട്ടയം സ്പെഷ്യൽ മീൻകറിയാണേ.
നല്ല പാകത്തിന് എരിവും പുളിയായിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മീൻകറി ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ കപ്പയും മീനും സെർവ് ചെയ്യാവേ. നമ്മളൊരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെന്തുടഞ്ഞ കപ്പപ്പുഴുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിതാ അതിൻ്റെ പുറത്തോട്ട് നല്ല എരിവുള്ള നല്ല അടിപൊളി മുളകിട്ട മീൻകറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മഴയത്ത് ഈ കപ്പപ്പുഴുക്കും മീൻകറിയോടെ കഴിക്കാൻ. നമ്മുടെ മീനിൻ്റെ പീസിലോട്ട് ആ പുളിയും എരിവും എല്ലാം കൂടെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.